4 Stars of Destiny ജനറൽ മനോജ് മുകുന്ദ് നരവനെയുടെ പുസ്തകം. ലോക്സഭാ സമ്മേളനത്തിന്റെ ഒരു സെഷൻ തന്നെ ഏകദേശം പൂർണ്ണമായും സ്തംഭിപ്പിച്ച പുസ്തകം. മുന്നണികൾ തമ്മിലുള്ള വലിയ പോരിലേക്ക് വഴിവെച്ച പുസ്തകം. വലിയ വിവാദമായ ഈ പുസ്തകത്തിന്റെ രചയിതാവ് ജനറൽ മനോജ് മുകുന്ദ് നരവനെ ആരാണ്? എന്താണ് വിവാദങ്ങൾക്ക് പിന്നിൽ? ഇന്ത്യൻ സൈന്യത്തിന്റെ ശക്തനായ മേധാവി, വിശിഷ്ട സേവാ മെഡലും അതിവിശിഷ്ട സേവാ മെഡലും നൽകി രാജ്യം ആദരിച്ച വ്യക്തിത്വമാണ് ജനറൽ മനോജ് മുകുന്ദ് നരവനെ. 2019 ഡിസംബർ 31 28ാമത് കരസേനാ മേധാവിയായി നരവനെ ചുമതലയേറ്റത്. തന്ത്രപരമായ നീക്കങ്ങൾ ശക്തിപ്പെടുത്തി സൈന്യത്തെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് നയിച്ചവരിൽ പ്രധാനി. സൈന്യത്തിന്റെ ആധുനികവൽക്കരണ നടപടികൾക്ക് പിന്തുണ നൽകി. ഇന്ത്യൻ സായുധ സേനയുടെ ഉന്നത തലങ്ങളിലേക്കുള്ള മനോജ് നരവനെയുടെ യാത്ര ആവേശകരവും വെല്ലുവിളി നിറഞ്ഞതുമായിരുന്നു. രാജ്യം തന്നെ ലോക്ക്ഡൌണിലായ COVID-19 കാലഘട്ടത്തിലും ഗൽവാൻ സംഘർഷ സമയത്തുമൊക്കെ സേനയെ നയിച്ചുവെന്നത് തന്നെയാണ് നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി. 1960 ഏപ്രിൽ 22 പൂനെയിൽ ജനിച്ച ജനറൽ MM നരവനെ മുൻ ഇന്ത്യൻ വ്യോമസേനാ ഉദ്യോഗസ്ഥന്റെ മകനാണ്. പൂനെയിലെ നാഷണൽ ഡിഫൻസ് അക്കാദമിയിലും ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിലും വിദ്യാഭ്യാസം. പ്രതിരോധ പഠനത്തിൽ MPhil ബിരുദം. 1980 ജൂണിൽ സിഖ് ലൈറ്റ് ഇൻഫൻട്രിയുടെ 7ാം ബറ്റാലിയനിലെത്തി. പിന്നീട് ജമ്മു കാശ്മീരിലെ രാഷ്ട്രീയ റൈഫിൾസിന്റെ 2ാം ബറ്റാലിയനെയും 106 ഇൻഫൻട്രി ബ്രിഗേഡിനെയും അസം റൈഫിൾസിനെയും കമാൻഡ് ചെയ്തു. കശ്മീരിലും വടക്കുകിഴക്കൻ മേഖലയിലും കലാപവിരുദ്ധ പ്രവർത്തനങ്ങളിൽ സേവനമനുഷ്ഠിച്ചു. 2022 ഏപ്രിലാണ് കരസേനാ മേധാവി സ്ഥാനത്തു നിന്നും വിരമിച്ചത്. 4 പതിറ്റാണ്ടിലേറെ നീണ്ട വിശിഷ്ട സൈനിക ജീവിതത്തിൽ ആർമി സ്റ്റാഫ് വൈസ് ചീഫ്, കിഴക്കൻ കമാൻഡുകളുടെ ജനറൽ ഓഫീസർ, കമാൻഡിംഗ് ഇൻ ചീഫ് എന്നീ നിലകളിലും സേവനമനുഷ്ഠിച്ചു. ശ്രീലങ്കയിലെ ഇന്ത്യൻ സമാധാന സംരക്ഷണ സേനയുടെ ഭാഗമായും മ്യാൻമറിലെ യാങ്കോണിൽ പ്രതിരോധ അറ്റാഷെയായും നിരവധി രാജ്യങ്ങളിലേക്കുള്ള ഇന്ത്യൻ പ്രതിനിധി സംഘത്തിന്റെ തലവനായും പ്രവർത്തിച്ചു. ദേശീയ സുരക്ഷയെക്കുറിച്ച് ദ പ്രിന്റ് ഇന്ത്യയ്ക്ക് വേണ്ടി ഒരു ദ്വൈവാര കോളവും എഴുതുന്നുണ്ട്. 4 Stars of Destiny എന്ന ആത്മകഥയിൽ നരവനെയുടെ സൈനിക ജീവിതം, ഗൽവൻ സംഘർഷവുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുകൾ, അഗ്നിപഥ് പദ്ധതിയുടെ ഉള്ളടക്കങ്ങൾ തുടങ്ങിയവയെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് എന്നാണ് വിവരം. രചന പൂർത്തിയാക്കിയെങ്കിലും പുസ്തകം ഇതുവരെ പ്രസിദ്ധീകരിക്കാനായിട്ടില്ല. പുസ്തകത്തിന്റെ ഒരു പതിപ്പ് ഉയർത്തിപ്പിടിച്ച് രാഹുൽ ഗാന്ധി ലോക്സഭയിലെത്തിയത് വിവാദങ്ങൾക്ക് മറ്റൊരു നിറം നൽകി. ഗൽവാൻ മേഖലയിലേക്ക് ചൈനീസ് ആർമി കടന്നുകയറാൻ ശ്രമിച്ചതിനെക്കുറിച്ചും ആ സമയം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും നിരാശാജനകമായ നീക്കമാണ് ഉണ്ടായതെന്നും പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട് എന്നാണ് രാഹുൽ അവകാശപ്പെടുന്നത്. പുസ്തകത്തിന്റെ യാതൊരുവിധ പതിപ്പുകളും ഇന്നുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്ന് സൂചിപ്പിച്ച് പ്രസാധകരായ പെൻഗ്വിൻ ബുക്സും രചയിതാവായ MM നരവനെയും രംഗത്തെത്തിയതോടെ രാഹുലിന് പുസ്തകം എവിടെ നിന്ന് കിട്ടി എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ഉയരുകയാണ്.